നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചർമ്മം ഒന്ന് ബ്രൈറ്റ് ആകാനും സോഫ്റ്റ് ആകാനും ഗ്ലോയിങ് ആയിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ക്യാരറ്റ് നൈറ്റ് ക്രീം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഒരുപാട് ക്രീമുകളൊക്കെ പരീക്ഷിച്ച് ഒരു ഫലവും കാണാതിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് 100% ആയിട്ടുള്ള ഒരു റിസൾട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രീം തയ്യാറാക്കുക എന്നറിയാനായിട്ട് വീഡിയോ കാണാം. ക്യാരറ്റ് ഫേസ് ക്രീം തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത്. ചർമ്മത്തെ സൂര്യനിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇത് സഹായിക്കും. ഇതിലടങ്ങിയ വൈറ്റമിൻ എ ചർമ്മത്തിൽ അമിതമായുള്ള എണ്ണ നീക്കം ചെയ്യുന്നതിനും ചർമ്മം ഫ്രഷ് ആയിരിക്കുന്നതിനും കാരണമാകും. ആരോഗ്യകരമായ ഗ്ലോ തരുന്നതിനും ക്യാരറ്റ് സഹായിക്കും. പകുതി ഭാഗം ക്യാരറ്റാണ് ഇത്. ഇനി വേണ്ടത് കറ്റാർവാഴ ജെല്ലാണ്. ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യാനും സ്ട്രെച്ച് മാർക്ക് മാറാനും ഇത് സഹായിക്കും. ചർമ്മത്തിൽ കൊളാജൻ ഉൽപാദനം ഉണ്ടാകുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ആൽമണ്ട് ഓയിലാണ്. പഫിനെസ് മാറാനും കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് മാറാനും ഇത് സഹായിക്കും. ആക്നി മാറാനും ഡ്രൈ സ്കിന്നിനും ഇത് പരിഹാരമാണ്. സൂര്യതാപം മൂലമുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഇത് പരിഹാരം തരും. സ്ട്രെച്ച് മാർക്ക് മാറാനും ആൽമണ്ട് ഓയിൽ സഹായിക്കുന്നുണ്ട്. ഇനി വേണ്ടത് വൈറ്റമിൻ ഇ ഓയിലാണ്. ചർമ്മത്തെ പോഷിപ്പിക്കുന്നതിനും മോയ്സ്ചറൈസ് ചെയ്യുന്നതിനും വൈറ്റമിൻ ഇ ഓയിൽ സഹായിക്കും. ചർമ്മം സ്മൂത്തും ഹെൽത്തിയുമായിരിക്കുന്നതിനും ഇത് നല്ലതാണ്. ഇനി ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചെറിയ തുണിയിലേക്ക് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൽ നിന്ന് ക്യാരറ്റിന്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇവിടെ നല്ല കട്ടിക്കുള്ള ക്യാരറ്റിന്റെ ജ്യൂസ് നമുക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 1 സ്പൂൺ അളവിലാണ് നമ്മളിവിടെ ക്യാരറ്റ് ജ്യൂസ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ അളവിൽ തന്നെ കറ്റാർവാഴ ജെല്ലും ചേർത്ത് കൊടുക്കണം. എല്ലാം തുല്യമായ അളവിലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. നല്ല ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് നിന്നും ഓയിലാണ്. അപ്പോൾ നമ്മളിവിടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ച ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്കൊരു 5 തുള്ളി ആൽമണ്ട് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇവിടെ നമ്മുടെ ക്രീം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി സൂക്ഷിക്കാം. വെള്ളമൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലാണ് മാറ്റി സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചെറിയ പാത്രത്തിൻ്റെ അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ചയോളം സൂക്ഷിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ക്യാരറ്റ് നൈറ്റ് ക്രീം. നമ്മുടെ ചർമ്മം ഒന്ന് ബ്രൈറ്റ് ആകുന്നതിനും അതുപോലെ തന്നെ ഒന്ന് ഗ്ലോയിങ് ആയിരിക്കുന്നതിനും ഒക്കെ ഇത് സഹായിക്കും. പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ക്രീം പോലെ തന്നെയാണ് ഇതും ഉള്ളത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ക്രീം എടുക്കും പോലെ തന്നെ കയ്യിലെടുത്തതിന് ശേഷം മുഖത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്തൊന്ന് തേച്ച് പിടിപ്പിക്കുക. ചർമ്മം നല്ല ഗ്ലോയിങ് ആയിരിക്കാനും സോഫ്റ്റ് ആയിരിക്കാനും വരകളും ചുളിവുകളും ഒക്കെ മാറാനും ഒക്കെ ഇത് സഹായിക്കും. മാത്രമല്ല ഇതിനകത്ത് ആൽമണ്ട് ഓയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് മാറുന്നതിനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇത് ഡെയിലി ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വളരെ എളുപ്പമാണിത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ചർമ്മം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.